അബൂതാലിബുമായി നടത്തിയിട്ടുള്ള 3 വട്ട ചർച്ച. മൂന്നാമത്തെ ചർച്ചയും അമ്പെ പരാജയപ്പെട്ടപ്പോൾ ഖുറൈശികൾ ഭാവി എങ്ങനെ ഏത് രീതിയിൽ കൈയാളണം എന്നതാണ് പിന്നീട് അവരാലോചിച്ചിട്ടുള്ളത്. അവരെത്തിപ്പെട്ട തീരുമാനം അബൂതാലിബിനെ ഏതായിരുന്നാലും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. എന്നാലോ മുഹമ്മദിനെയും ആളുകളെയും ഇങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അത് പറ്റുകയില്ല. അതുകൊണ്ട് ഇനി നമ്മളുടെ പണി നോക്കാം എന്നതാണ് അവർ തീരുമാനിച്ചത്. അതുകൊണ്ട് അശരണരായ അല്ലെങ്കിൽ ആലംബഹീനരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മാത്രമല്ല, അങ്ങനെയുള്ള ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകളെ മാത്രമല്ല, ഉന്നത കുലജാതരായിട്ടുള്ള സ്വന്തം കുടുംബത്തിലൊക്കെ പെട്ട ഇസ്ലാം സ്വീകരിച്ച ചെറുപ്പക്കാരെ അടക്കം ഓരോ കുടുംബക്കാരും മർദ്ദിച്ചൊതുക്കുക, പീഡിപ്പിക്കുക, ഏത് നിലക്ക് അവരെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമോ അതിന് വേണ്ട എല്ലാ മുറകളും സ്വീകരിക്കാനുള്ളതാണ് പിന്നീട് അവരെത്തിച്ചേർന്നുള്ള തീരുമാനം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിനെ വെച്ച് പൊറുപ്പിക്കാൻ ഏതാനും കഴിയില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിൽ അവരെത്തിപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. അങ്ങനെ അവർ പൂർവാധികം വിശ്വാസികളെ മർദ്ദിക്കാൻ തുടങ്ങി. പലരും പല വിധത്തിലുള്ള മർദ്ദനങ്ങളാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ചിലരെ റൂമിലിട്ടിട്ട് പുകച്ച് ശല്യം ചെയ്യാം. അപ്പോൾ ശ്വാസം കിട്ടാതാവുമ്പോൾ അവർ പറയല്ലോ, ഞങ്ങളിതാ ഇസ്ലാം ഒഴിവാക്കിയിരിക്കുന്നു, മുഹമ്മദിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ചില ആളുകളെ ചാട്ടവാറ് കൊണ്ടടിക്കുക, അതുപോലെ മണലാരണ്യത്തിൽ മലത്തിക്കടുക്കുക പോലുള്ള നേരത്തെ പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവൊക്കെ അനുഭവിച്ചിട്ടുള്ള സംഗതികൾ. അപ്പോൾ ഈ നിലക്കുള്ള മർദ്ദനങ്ങൾ പെരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂതാലിബും ബനൂ ഹാഷിമും ബനുൽ മുത്തലിബും ഒക്കെ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് ദേഹോപദ്രവം വല്ലാതെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അത് പണി പാടുമെന്ന് അവർക്ക് സംശയമുള്ളത് കൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൽ നിന്നും അവർ തിരിയുണ്ട്. മറ്റ് രീതിയിലാണ് തെറി പറയുക, ചീത്ത പറയുക, അവഹേളിക്കുക, പരിഹസിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അനുയായികൾ ഈ രീതിയിൽ മർദ്ദിക്കപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ, അത് ക്ഷമിച്ചിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സാധ്യമല്ല. നേരത്തെ തന്നെ സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യൻ. എന്നാൽ സ്വന്തം അനുയായികൾ ഈ നിലക്ക് മർദ്ദിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല ഏതൊരു നേതാവിനെയും അത് അലോസരപ്പെടുത്തുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ മക്കയിലെ നിലവിലുള്ള അവസ്ഥയിൽ എതിരാളികളോട് കയ്യാങ്കളിക്ക് ഒരുങ്ങുന്നത് വിവേകപൂർവമാവുമോ? അത് ആവുകയില്ലതാനും. കാരണം അത് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു പോംവഴി എന്താണ് എന്നായി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം അനുയായികളോട് പറയുന്നത്, മക്കയിൽ നിന്ന് ഏറെക്കുറെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് എത്താവുന്ന ഒരു പ്രദേശമാണ്, രാജ്യമാണ് എത്യോപ്യ. ചെങ്കടൽ കുറഞ്ഞ അകലം മാത്രമേ എത്യോപ്യക്കും ജിദ്ദക്കും അല്ലെങ്കിൽ മക്കയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ആളുകൾക്ക് കുറഞ്ഞ ദൂരെ എവിടേക്കുള്ളൂ. അന്ന് ജിദ്ദ അല്ല തുറമുഖം. ജിദ്ദ തുറമുഖമാവുന്നത് പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ജിദ്ദക്കടുത്തുള്ളൊരു പ്രദേശമാണ് അന്ന് തുറമുഖമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയാണ് കപ്പലടക്കുക. അപ്പോൾ അവിടെ എത്തിപ്പെട്ട് പെട്ടെന്ന് കപ്പൽ കിട്ടിയാൽ എത്യോപ്യയിലേക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മർദ്ദനങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലമാണെന്നറിയില്ല, അതുകൊണ്ട് സാധ്യമാവുമെങ്കിൽ നിങ്ങൾക്ക് എത്യോപ്യയിലേക്ക്, ഹബിഷയിലേക്ക് ഹിജ്റ പോവാം. അവിടെ ഒരു രാജാവുണ്ട്, അയാൾ മാന്യനാണ്, വിവേകശാലിയാണ്, നീതിമാനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും ആക്രമിക്കപ്പെടുകയില്ല, അനീതിക്ക് വിധേയനാവേണ്ടി വരില്ല. അതുകൊണ്ട് പറ്റുന്ന ആളുകൾക്കൊക്കെ അവിടേക്ക് പോവാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളുടെ മുമ്പിൽ വെച്ച നിർദ്ദേശം.
ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം ലഭിച്ചപ്പോൾ അവരിലെ ചിലരെങ്കിലും അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ അവർ എത്യോപ്യയിലേക്ക് പുറപ്പെടുന്നു. ഈ പോക്കിൽ 72 അല്ലെങ്കിൽ 73 മുതിർന്ന ആളുകളുണ്ട്. പിന്നെ അവരുടെ കുട്ടികളൊക്കെ വേറെയുണ്ട്. കുട്ടികളെ മാറ്റി നിർത്തിയാൽ തന്നെ 71 72 ആളുകളുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഖുറൈശികളറിയാതെ വളരെ വേഗത്തിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തി തുറമുഖത്തേക്ക് പോകുന്നു. അവർ ചെന്നപ്പോൾ 2 കപ്പൽ അവിടെ എത്യോപ്യയിലേക്ക് പോകാൻ പാകത്തിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇവർ മുൻകൂട്ടി നിശ്ചയിച്ചതൊന്നുമല്ല, ഏർപ്പാട് ചെയ്തതൊന്നുമല്ല. കപ്പൽ കിട്ടിയാൽ രക്ഷപ്പെടാമെന്നുള്ളവർക്കാണ് അവർ പോകുന്നത്. ഏതായിരുന്നാലും ഭാഗ്യത്തിന് അവർക്ക് കപ്പൽ കിട്ടി, അവർ രക്ഷപ്പെട്ടു. രക്ഷപ്പെടുമ്പോൾ തന്നെ ഏതാണ്ട് ഖുറൈശി പ്രമുഖന്മാർക്ക് ഇവരുടെ ഈ നാട്ടിൽ നിന്നുള്ള ഒഴിച്ചുപോക്കിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അവരവരെ പിടികൂടാനുള്ള ശ്രമവുമായിട്ട് പിന്നിലെത്തുമ്പോഴേക്കും അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അവർ എത്യോപ്യയിലെത്തിപ്പെടുന്നത്. എന്നാൽ എത്യോപ്യയിലെത്തിപ്പെട്ടു അവരവിടെ സമാധാനപരമായി ജീവിക്കുകയാണ്. ഏതായിരുന്നാലും കുറേ ശല്യം നമുക്ക് ഒഴിവായി കിട്ടിയല്ലോ. ഇനി അവിടെ അവർ കഴിഞ്ഞു പോകട്ടെ എന്നാണോ ഖുറൈശികൾ തീരുമാനിച്ചത്? അങ്ങനെയുമല്ല. ഈ രക്ഷപ്പെടൽ പോലും അവർക്ക് അസഹ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു കൂട്ടർ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ അതുപോലും തങ്ങൾക്ക് ശല്യമാവുമോ എന്നുള്ള ഒരുതരം ഭീതി ഖുറൈശികളെ വേട്ടയാടിയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവരുടെ അടങ്ങാത്ത പക. രണ്ടാലൊന്നാണ് ഇതിന് കാരണം. കാരണം മനുഷ്യന് അങ്ങനെയാണല്ലോ, പക മൂത്താൽ പിന്നെ അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ആ പക മാറ്റിയേ അടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്യോപ്യൻ രാജാവ് നേഗസിനെ സ്വാധീനിച്ചുകൊണ്ട് ഈ ആളുകളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് പിന്നീട് അവർ ചിന്തിക്കുന്നത്. അതിന് പാകത്തിൽ രാജാവിന് കൈമാറാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പാരിതോഷികമായിട്ട് സമർപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവർ ഒരുക്കുകയാണ്. എന്നിട്ട് സമർത്ഥരായിട്ടുള്ള 2 ആളുകളെ അവർ എത്യോപ്യയിൽ നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഒന്ന് അംർ ഇബ്നുൽ ആസാണ്. വളരെ കുശാഗ്ര ബുദ്ധിയാണ് അംർ ഇബ്നുൽ ആസ്, സമർത്ഥനാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് നേഗസ് രാജാവുമായിട്ട് നല്ല സൗഹൃദ ബന്ധമുണ്ട്. കാരണം അദ്ദേഹം കച്ചവടക്കാരനാണ്. പലപ്പോഴും അദ്ദേഹം എത്യോപ്യയിൽ കച്ചവട ആവശ്യാർത്ഥം പോവാറുണ്ട്, നേഗസുമായി കാണാറുണ്ട്. ആ നിലക്ക് അദ്ദേഹത്തിന് നേഗസുമായിട്ട് സൗഹൃദ ബന്ധമുണ്ട്. അവരുറ്റ സ്നേഹിതന്മാരാണ്. രണ്ടാമത്തെ ആൾ അബ്ദുല്ലാഹി ബിൻ അബി റബിയ എന്ന് പറയുന്ന ആളാണ്. ഇവർ 2 പേരും പാരിതോഷികങ്ങളുമായിട്ട് എത്യോപ്യയിലേക്ക് പോവുകയാണ്. പാരിതോഷികം എന്ന് പറയുന്നത് കേവലം നേഗസ് രാജാവിന് മാത്രമുള്ള പാരിതോഷികമല്ല. കാരണം ഈ ആളുകൾ അവിടുന്ന് വിട്ടുകിട്ടണമെങ്കിൽ നേഗസ് രാജാവിനോടൊപ്പം തന്നെ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാരെ കൂടി സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ പുരോഹിതന്മാർക്ക് വേണ്ട ഉപഹാരങ്ങളും അതേപോലെ തന്നെ നേഗസിന് വേണ്ട സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് പോണത്. അങ്ങനെ അവർ കാണേണ്ടവരൊക്കെ കണ്ടു, നേഗസിനെ ചെന്ന് കണ്ടു. അപ്പോൾ നേഗസിനോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ഈ വാദഗതി ശരിയാണെന്നും അവർ പറയുന്നത് അംഗീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നും ശുപാർശ ചെയ്യണം. അതിനുവേണ്ടിയാണ് പുരോഹിതന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നത്. അങ്ങനെ 2 കൂട്ടരും ഒത്താണ് നേഗസിൻ്റെ അടുത്ത് ചെല്ലുന്നത്. നേഗസുമായിട്ട് അംർ ഇബ്നുൽ ആസ് സംസാരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചില ചെറുപ്പക്കാർ താങ്കളുടെ രാജ്യത്ത് അഭയം തേടി വന്നിട്ടുണ്ട്, എങ്കിൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവർ ഞങ്ങളുടെ മതം വിട്ടു, എന്നാലോ താങ്കളുടെ മതത്തിൽ ചേർന്നു, അതുമില്ല. അവർ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നു, ഞങ്ങൾ ബുദ്ധിഹീനരാണെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അല്പമൊക്കെ ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ താങ്കളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഈ നിലക്കാണ് അംർ ഇബ്നുൽ ആസിൻ്റെ സംസാരം. അതുകൊണ്ട് താങ്കൾ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. കാരണം അവരെ സംബന്ധിച്ച് അറിയാം, അവരുടെ ആളുകൾക്കാണല്ലോ. അപ്പോൾ അവരുടെ ആളുകൾക്ക്, മക്കയിലുള്ള ആളുകൾക്ക് അവരെ നന്നായി അറിയാം.
അവരിവിടെ താമസിക്കുന്നത് ചിലപ്പോൾ താങ്കൾക്കും ശല്യമായേക്കും എന്നൊക്കെയുള്ള തന്ത്രപൂർവമായിട്ടുള്ള കൗശലത്തോടു കൂടിയുള്ള സമീപനമാണ് അംറുബിൻ ആസും അബ്ദുല്ലാഹിബിൻ അബി റബിയയും നേഗസിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അതിനെ ശരിവെക്കുന്ന വിധത്തിൽ പിന്താങ്ങുന്ന നിലക്ക് പുരോഹിതന്മാരും അവരോടൊപ്പം ചേർന്ന് നേഗസിൻ്റെ മുമ്പിൽ ഇവർ പറയുന്നത് തന്നെയാണല്ലോ ശരി, അതുകൊണ്ട് അവരെ വിട്ടുകൊടുക്കുകയാണ് നല്ലത് എന്ന് നേഗസിനോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, നേഗസ് ഇവരുമായിട്ട് സംസാരിക്കുന്നത് തടയണം എന്നത് കൂടി അംറുബിൻ ആസിൻ്റെയും അബ്ദുല്ലാഹിബിൻ റബിയുടെയും ആവശ്യമാണ്. കാരണം ഇവരുമായിട്ട് സംസാരിച്ചാൽ ഒരു പക്ഷേ നേഗസ് അവരെ വിട്ട് തരാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ട് താങ്കൾ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട എന്ന രീതിയിലാണ് അവർ നേഗസുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നേഗസ് പറഞ്ഞു, എൻ്റെ അടുത്ത് അഭയം തേടി വന്നൊരു കൂട്ടർ, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ളതാണ് എൻ്റെ മാന്യത, അതാണ് നീതി. അതുകൊണ്ട് അവരെ വിട്ടുതരണമോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എന്താണ് പ്രശ്നം എന്ന് ഞാനൊന്ന് പഠിക്കട്ടെ, അവരായിട്ട് സംസാരിക്കട്ടെ. അങ്ങനെ നേഗസ് അവരെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അംറുബിൻ ആസും അബ്ദുല്ലാഹിബിൻ അബി റബിയയും നേഗസിനെ ചെന്ന് കണ്ടതും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ കൊടുത്തതും ഇതൊക്കെ അവിടെ അഭയം തേടിയിട്ടുള്ള ഈ അഭയാർത്ഥികളായിട്ടുള്ള മുസ്ലിങ്ങൾ അറിയുന്നുണ്ട്. ഏതായിരുന്നാലും അവർ നേഗസ് ക്ഷണിച്ചതാണ്, അദ്ദേഹത്തെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. അപ്പോൾ ആരാണ് നേഗസിനുമായിട്ട് സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം? അവർ കൂടി ആലോചിച്ച് തീരുമാനമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബിൻ്റെ മകൻ ജാഫർ, അദ്ദേഹം അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആളാണ്, സമർത്ഥനാണ്. ജാഫർ ആവട്ടെ നേഗസുമായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് എന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ അവരെല്ലാവരും നേഗസ് ക്ഷണിച്ചനുസരിച്ച് നേഗസിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നേഗസ് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ അജ്ഞാതത്തിൻ്റെ ആളുകളായിരുന്നു. സത്യമെന്താണ് അസത്യമെന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുമായിരുന്നില്ല. ഞങ്ങൾ വിഗ്രഹത്തെ പൂജിക്കും, ശവം തിന്നും, അതുപോലെ തന്നെ പലവിധ അധർമ്മങ്ങളും പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് ഞങ്ങളിൽ ഒരാൾ താൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഒന്ന്, അള്ളാഹു അല്ലാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, അവനല്ലാതെ നിങ്ങൾ കീഴ്വണങ്ങാൻ പാടില്ല എന്നുള്ള, അതായത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറയുന്നത്. അതിനു പുറമെ അദ്ദേഹം പറയുന്നത് സത്യം പറയണം, നീതി പാലിക്കണം, കുടുംബബന്ധം പുലർത്തണം, നമസ്കരിക്കണം, അനാവശ്യങ്ങളിൽ ഏർപ്പെടരുത്, അധർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. അങ്ങനെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ പറ്റിയ സൽക്കർമ്മങ്ങളും സ്വഭാവ വിശുദ്ധിയുമൊക്കെ കൈക്കൊള്ളാനാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഇത് അംഗീകരിച്ചപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല, അവർ ഞങ്ങളെ മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളോട് പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ എത്യോപ്യയിൽ പോവുക, ഹബശയിലേക്ക് പോയിക്കൊള്ളുക, അവിടെ നീതിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ മർദ്ദിക്കപ്പെടുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല. അങ്ങനെയാണ് ഞങ്ങൾ താങ്കളുടെ അടുത്ത് വന്ന് അഭയം തേടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നേഗസ് രാജാവിനും സംഗതി ബോധ്യായി. അദ്ദേഹം അംറുബിൻ ആസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോവാം, എൻ്റെ അടുത്ത് അഭയം തേടി വന്നിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും ഞാൻ വിട്ടുതരില്ല. അങ്ങനെ തൽക്കാലം വന്ന് അംറുബിൻ ആസും അബ്ദുല്ലാഹിബിൻ അബി റബിയയും നേഗസിൻ്റെ അടുത്തുനിന്ന് പോരാണ്. ഇനി എന്താണ് ഇപ്പോൾ ഒരു പ്രശ്നം, പിന്നെ ഒരു മാർഗം ഇവരെ വിട്ടുകിട്ടാൻ? രണ്ടാളും കൂടി ചർച്ച ചെയ്തു. അംറുബിൻ ആസ് പറഞ്ഞു, ഞാൻ നാളെ ഒന്നുകൂടി നേഗസിനെ കാണുന്നുണ്ട്, എന്നിട്ട് എങ്ങനെയെങ്കിലും അവരെ വിട്ടുകിട്ടാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ അംറുബിൻ ആസിനേക്കാൾ കുറച്ചുകൂടി ഒരു ഹൃദയവിശാലതയുള്ള ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ അബി റബിയ. അദ്ദേഹം പറഞ്ഞു,
ചങ്ങാതി, ഇവർ നമ്മളുടെ ബന്ധുക്കളാണ്, കുടുംബക്കാരാണ്, നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും ആവട്ടെ, താങ്കൾ വെറുതെ ശല്യം ഉണ്ടാക്കണ്ട, ഇനി നേഗസിൻ്റെ അടുത്തേക്ക് പോകേണ്ടതില്ല എന്നാണ് അബ്ദുല്ലാഹിബ്നു റബിയ ഘട്ടത്തിൽ അമ്രുബിൻ പറയുന്നത്. പക്ഷെ അമ്രുബിൻ അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്തായിരുന്നാലും ഞാൻ പോകും. അങ്ങനെ അടുത്ത ദിവസം അദ്ദേഹം നേഗസിനെ ചെന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഇവർ ഈസാ നബിയെ സംബന്ധിച്ച് എന്തോ വേണ്ടാത്തത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവരെ നേഗസിൽ നിന്ന് വിട്ടുകിട്ടുക എന്നാണല്ലോ അമ്രുബിൻ ചിന്തിക്കുന്നത്. അതിനു വേണ്ടി ശത്രുക്കൾക്കെതിരിൽ കുറച്ചൊക്കെ കളവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നതാണല്ലോ ലോകഗതി. നമ്മുടെ കാലഘട്ടത്തിലും ഇസ്ലാമിക പ്രവർത്തകർക്കെതിരിൽ വളഞ്ഞു നിന്നുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങളിൽ ഈ ശത്രുക്കൾ, എതിരാളികൾ നടത്തുന്ന ഗീർവാണങ്ങൾ, ഉയർത്തുന്ന കളവുകൾ ഒക്കെ നമ്മൾക്കറിയാം. അപ്പോൾ ഇതും എല്ലാ കാലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അമ്രുബിൻ നേഗസിൻ്റെ അടുത്ത് എന്ന് ഈസാ നബിയെ സംബന്ധിച്ചവരെന്തോ വേണ്ടാതെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്താ, അതും ഒന്ന് കേട്ട് കളയാം. നേഗസ് രാജാവ് ഇവരെ രണ്ടാമതും വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈസബിന് മറിയമിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോഴും ജാഫർ റളിയല്ലാഹു അൻഹു സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ സംബന്ധിച്ച് ഞങ്ങളെന്താണോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് അത് തന്നെ ഞങ്ങൾ പറയുള്ളൂ. അദ്ദേഹം മറിയമിൻ്റെ പുത്രൻ, അള്ളാഹുവിൻ്റെ ദാസൻ, അള്ളാഹുവിൻ്റെ വചനം അല്ലെങ്കിൽ ഉത്തരവ്, അള്ളാഹു പ്രത്യേകമായിട്ട് മറിയമിൽ ഊതിയിട്ടുള്ള ആത്മാവ്, ഇങ്ങനെ വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചിട്ടുള്ള സംഗതികളാണ് അവർ നേഗസിനോട് പറയുന്നത്. ഇത് പറഞ്ഞു കേട്ടപ്പോൾ നേഗസ് ഒരു ചെറിയ കൊള്ളിക്കഷ്ണം എടുത്തിട്ട് അത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതും ഈസബിന് മറിയം പറഞ്ഞതും ഈ കൊള്ളിക്കഷ്ണത്തിൻ്റെ അത്ര പോലും വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതും ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളതും ഒരേ കാര്യമാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നും സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ജാഫർ റളിയല്ലാഹു പറഞ്ഞത്. അത് തന്നെയാണ് ഈസബിന് മറിയവും പറഞ്ഞിട്ടുള്ളത് എന്നാണ് നേഗസ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇത് നേഗസ് പറഞ്ഞപ്പോൾ ഇത് പുരോഹിതന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ കുറച്ചൊക്കെ ഒച്ചനക്കാൻ തുടങ്ങി. പക്ഷേ നേഗസ് അതിനൊന്നും കുലുങ്ങിയില്ല. അദ്ദേഹം ഇവരോട് പറഞ്ഞു, നിങ്ങൾ സുഖമായിട്ട് ഇവരെ ജീവിച്ചു കൊള്ളുക ഈ നാട്ടിൽ. നിങ്ങൾക്കെതിരിൽ ആര് എന്ത് അതിക്രമം പ്രവർത്തിച്ചാലും അവരെ ഞാൻ കുറ്റവാളികളായിട്ടാണ് പ്രഖ്യാപിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരു നിലക്കും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസവും നേഗസ് ഇവരെ തിരിച്ചയക്കുന്നത്. അതോടുകൂടി അമ്രുബിൻ തീർത്തും നിരാശനാവുകയാണ്. എന്ന് മാത്രമല്ല, നേഗസ് ചെയ്ത മറ്റൊരു സംഗതി, അമ്രുബിൻ തൊട്ട് തലേ ദിവസം നേഗസിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള കാഴ്ചവസ്തുക്കളൊക്കെയും അമ്രുബിൻ തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, താങ്കൾ ഇത് കൊണ്ടുപോയിക്കൊള്ള, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. എൻ്റെ അടുത്ത് അഭയം തേടിയെത്തിയിട്ടുള്ള ഈ ആളുകൾ ഞാനൊരു കാരണവശാലും വിട്ടുതരാൻ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പോവാം. അങ്ങനെയാണ് അമ്രുബിൻ അബ്ദുല്ലാഹിബ്നു അബീ റബീഅയും ഭഗ്നാശരായിട്ട് അവിടുന്ന് തിരിച്ചു പോണത്, ലക്ഷ്യം നേടാതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നേഗസുമായിട്ട് നബി സംസാരിക്കുകയോ ഇവർക്ക് സംരക്ഷണം നൽകണമെന്നൊന്നും അദ്ദേഹം നേഗസിനോട് ആവശ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല. അതൊന്നുമില്ലാതെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഗുണം എടുത്തു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും വർദ്ധിക്കപ്പെടില്ലെന്നും നീതിമാനായിട്ടുള്ള ഭരണാധികാരിയാണ് എന്നൊക്കെ അദ്ദേഹത്തെ പറ്റി പ്രശംസിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പുലർന്നിട്ടുള്ളതും. അപ്പോൾ അതോടുകൂടി ഇവർ, അതായത് ഖുറൈശികൾ വീണ്ടും നിരാശയിലേക്ക് കൂപ്പുകുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിഭാഗം തങ്ങളുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഒരന്യനാട്ടിൽ അഭയാർത്ഥികളായി കഴിയേണ്ട അത്രയ്ക്ക് ക്രൂരമായിരുന്നു ഖുറൈശികൾ മുസ്ലിങ്ങൾക്കെതിരിൽ നടത്തിയിരുന്ന അക്രമമർദ്ദനങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക.